എറണാകുളം അങ്കമാലിയിൽ ലഹരി സംഘത്തെ ചോദ്യം ചെയ്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് വെട്ടേറ്റു. പുളിയാരം കൽക്കുരിശ് ഭാഗത്ത് വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത്. ഡിവൈഎഫ്ഐ പാറക്കടവ് യൂണിറ്റ് സെക്രട്ടറിക്കും പ്രസിഡന്റിനും പരിക്കേറ്റിരിക്കുന്നു. അർജുൻ മറ്റൊരു വിവരങ്ങളുമായി. അർജുൻ, ഗുരുതരമായ സാഹചര്യമാണല്ലോ. ലഹരി സംഘത്തെ ചോദ്യം ചെയ്ത 2 പാർട്ടി പ്രവർത്തകർക്ക് വെട്ടേറ്റിരിക്കുന്നു. എന്താണ് അവരുടെ അവസ്ഥ? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. അങ്കമാലി പാറക്കടവിലെ ഡിവൈഎഫ്ഐ നേതാക്കൾക്കടക്കമാണ് വെട്ടേറ്റത്. അങ്കമാലി പുളിയനം കൽക്കുരിശ് ഭാഗത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ കുറേ ദിവസമായി അവിടെയുള്ള ലഹരി സംഘവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാക്ക് തർക്കവും അതോടൊപ്പം തന്നെ അവരോട് അവിടെ നിന്ന് മാറണം എന്നടക്കം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷ സാഹചര്യം കഴിഞ്ഞ കുറച്ച് ദിവസമായി അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രി ഡിവൈഎഫ്ഐ അവരുടെ സംഘടനാപരമായ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ശേഷം തിരിച്ചു പോകുമ്പോഴാണ് വീണ്ടും ഈ ലഹരി സംഘത്തിൻ്റെ മുന്നിലേക്ക് എത്തിയത്. അവിടെ വെച്ച വീണ്ടും വാക്ക് തർക്കവും അതിന് പിന്നാലെ ലഹരി സംഘം ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും നേതാക്കളെയും അടക്കം ആക്രമിക്കുകയുമായിരുന്നു. ഗുരുതരമായി തന്നെ വടിവാള് കൊണ്ട് വെട്ടേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഡിവൈഎഫ്ഐയുടെ പാറക്കടവ് യൂണിറ്റ് സെക്രട്ടറി, പ്രസിഡന്റ് അടക്കമുള്ളവർക്കാണ് വെട്ടേറ്റത്. ഇതിൽ ഒരാളുടെ ചെവിക്കാണ് വെട്ടേറ്റത്, മറ്റൊരാളുടെ തലക്കും വെട്ടേറ്റിട്ടുണ്ട്. ഇതിൽ തിരിച്ചടിച്ചപ്പോൾ ലഹരി സംഘത്തിലെ ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ 3 ഡിവൈഎഫ്ഐ നേതാക്കളടക്കം ആകെ 4 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിൽ അങ്കമാലിയിലെ 2 സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസമായി അവിടെ കഞ്ചാവ്. അർജുൻ, ഞാൻ വരാം. ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജസ്റ്റിൻ അങ്കമാലി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ജസ്റ്റിൻ, എന്താണ് സംഭവിച്ചത്? ഈ ലഹരി സംഘത്തെ ചോദ്യം ചെയ്തതിനാണോ ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ആക്രമണം ഉണ്ടായത്? നേർക്കാക്രമണം ഉണ്ടായത്? അവർ ആയുധങ്ങളുമായി നിൽക്കുന്നവരായിരുന്നു. എന്താണ് സംഭവം? യൂണിറ്റ് കമ്മിറ്റി കഴിഞ്ഞിട്ട് പോകുന്ന ഞങ്ങൾ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി പോകുന്ന വഴിയിൽ അവർ പെപ്പർ സ്പ്രേ അടിച്ചിട്ടാണ് ഈ പറഞ്ഞ വടിവാള് ഉപയോഗിച്ച് മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിയിരിക്കുന്നത്. കഞ്ചാവ് മാഫിയാണ് ഇതിന്റെ പുറകില്. ഇവർക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? നാട്ടുകാർക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരായിരുന്നോ? സ്ഥിരം ബുദ്ധിമുട്ടുള്ളവരാണ്. ഞങ്ങളെ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് നിലവിൽ. കാരണം ഹോസ്പിറ്റലിൽ വന്ന് അവിടെ നിന്ന് നോൺ ബെയിലബിൾ വന്ന ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് നിലവിലുള്ളത് എല്ലാ പ്രവർത്തകരും. ഈ പിടിച്ചവരെ മുഴുവൻ പ്രതികളും പിടിയിലായിട്ടുണ്ടോ? ഇല്ലില്ല, പ്രതികൾ പിടിയിലായിട്ടില്ല. ഈ പരിക്കേറ്റ നിങ്ങളുടെ സഖാക്കളുടെ അവസ്ഥ എന്താണ്? ഹോസ്പിറ്റലിലാണ് ഉള്ളത്. 2 പേര് ഹോസ്പിറ്റലാണ് ഉള്ളത്. പരിക്ക് കാര്യമായിട്ട് ഏറ്റോ? ഉണ്ട്, മുഖത്ത് ആൾക്കാണ് വെട്ടുകൊണ്ടിരിക്കുന്നത്. കവിള് അടർന്നു പോകുന്ന രീതിയിലാണ്. പരിക്കുകൾ ഗുരുതരമായ സംഭവമാണ്. ഇപ്പൊ ഈ അക്രമികൾ ഈ നാട്ടുകാർ തന്നെയാണോ? എന്താണ് അറിയാനാകുന്നത്? നാട്ടുകാർ തന്നെയാണ്, കണ്ടാൽ അറിയുന്നവർ തന്നെയാണ്. അവര് എങ്ങനെയാണ് ആ സ്ഥലത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് അറിയാമോ ജസ്റ്റിൻ? അതേപ്പറ്റി കൂടുതൽ വ്യക്തമായിട്ടില്ല. നമ്മൾ ഇവരായിട്ട് സംസാരിച്ച ശേഷം മാത്രമേ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ പോലീസ് നിങ്ങൾക്കൊപ്പം ഉണ്ട് അല്ലേ? പോലീസ് ഒപ്പം ഉണ്ട്. ശരി, ജസ്റ്റിൻ അങ്കമാലിയാണ് അപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് വിവരങ്ങൾ നൽകിയത്. അർജുനിലേക്ക്. അർജുൻ, ഗുരുതരമായ കാര്യം തന്നെയാണ്. സ്ഥലത്തെ പ്രശ്നങ്ങളിൽ സാധാരണഗതിയിൽ ഈ തരത്തിൽ സംഘടനകൾ ഇടപെടും. അങ്ങനെയാണ് ഡിവൈഎഫ്ഐ സംഘം ഇടപെട്ടിട്ടുണ്ടാകുക. അപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് വെട്ടേറ്റ പ്രവർത്തകരുടെ നില അല്പം ഗുരുതരമാണ്. മുഖത്ത് വെട്ടേറ്റിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിൻ. തീർച്ചയായും സ്മൃതി, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് കാലമായി ഈ ലഹരി സംഘവുമായി ഡിവൈഎഫ്ഐ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ ഒരു തർക്കമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരെ എതിർത്തതിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ കുറേ കാലമായി അവരോട് അവിടെ നിന്ന് മാറണമെന്നടക്കം ഈ ഡിവൈഎഫ്ഐ നേതാക്കളടക്കം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അവിടെയുള്ള പൊതുജനങ്ങൾക്കടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ലഹരി സംഘമാണ്. ആ നാട്ടുകാരായ ചില ചെറുപ്പക്കാർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നാണ് പറയുന്നത്. പിടികൂടേണ്ടതുണ്ട് ഉടനെ തന്നെ എന്നുള്ളതാണ് ജസ്റ്റിൻ അങ്കമാലി ഇപ്പോൾ വളരെ